എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടെൻറ്റ് ക്യാമ്പിംഗ് സീരീസ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കുമല്ലോ. കുറേ ദിവസങ്ങളായി നമ്മൾ ടെൻറ്റിൻ്റെ ക്യാമ്പിങ് അങ്ങനത്തെ വീഡിയോകളാണ് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ടെൻറ്റിങ് ഗിയർ വാങ്ങിയിട്ടുണ്ട്, അതായത് ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ എക്യുപ്മെൻറ്റിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ അതിൻ്റെ ടെസ്റ്റിങ്ങും ഒക്കെ ആയിട്ടാണ് ഇന്ന് വീഡിയോ. ഇപ്പോൾ നമ്മൾ പൈതൽമലയാണുള്ളത്. പൈതൽമലയിലെ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തതിൻ്റെ മറ്റൊരു ഭാഗം. അപ്പോൾ ആ ഭാഗത്തോട്ട് നമ്മൾ കയറി അങ്ങോട്ട് അവിടെ ടെൻറ്റ് അടിച്ച് തന്ന് ഈ സാധനം അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മുടെ ടെൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടെൻറ്റിനകത്ത് നമ്മുടെ സാധനം എടുക്കണം. അപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ സാധനങ്ങളെല്ലാം ഇപ്പോൾ നമുക്കത് എടുത്തിട്ട് ബാക്കി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് അൺബോക്സ് ചെയ്യാൻ ഇതുപോലെ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ടെൻറ്റ് ക്യാമ്പിങ്ങിന് പറ്റിയ സ്റ്റൗ ആണ്. നമുക്കെന്തായാലും ഇത് അങ്ങോട്ട് വെച്ചിട്ട് അൺബോക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ തന്നെ ഗ്യാസ് കണ്ടെയ്നർ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സാധനം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണാൻ വേണ്ടി ഈ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു കവറിലാണ് വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇപ്പോൾ ക്യാമ്പിങ്ങിൻ്റെ ചില ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ പിക്ചറൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടോ ട്രക്കിങ്ങിന് പോകുന്ന ഒരാളുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ലക്ഷ്യം ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇതിപ്പോൾ വരുന്നത് ഏതാ അതിൻ്റെ സ്ഥലം എന്നൊന്നും എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. 2800 വാട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 416 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ബ്യൂട്ടൈൻ ഗ്യാസാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഔട്ട്ഡോർ ക്യാമ്പിങ്ങിന് വേണ്ടി മാത്രമുള്ളൊരു സ്റ്റൗ ആണ്. ഇതേ സംഭവം മെയ്ഡ് ഇൻ ചൈനയാണ്. ഇതൊന്നും അല്ലാത്ത ഇങ്ങനത്തെ പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ. ഇതിൻ്റെ കോവാർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇത് ഉള്ളത്. പോർട്ടബിൾ കാർ ടൈപ്പ് സ്റ്റൗ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇത് ഇങ്ങനത്തെ ഒരു ചെറിയ ബാഗിലാണ് ഈ സാധനം വരുന്നത്. ഇത് കണ്ടോ. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ബാഗിലൊക്കെ കൊളുത്തിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ഒരു ഹുക്കടക്കം ഉള്ളൊരു ഇതിലാണ് ഈ സാധനം വരുന്നത്. നമ്മുടെ ബാഗിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ട്രെക്കിങ്ങിന് പോകുമ്പോൾ ഇത് കൊളുത്തിയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഉള്ളിൽ പോയിട്ട് ഇത് ഡാമേജ് ആവുന്ന പ്രശ്നമൊന്നും വരില്ല. പുറത്ത് തൂക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം. അത്രത്തോളം വെയിറ്റ് ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 1/2 കിലോ താഴെ, 1/2 കിലോ പോലും ഇല്ല, അത് താഴെ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ദേ നമ്മുടെ സ്റ്റൗ കയ്യിൽ വന്നിട്ടുണ്ട്. ഈ സാധനം നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലും ഉണ്ട്. ഇപ്പോൾ ഞാനിത് വാങ്ങിയത് എറണാകുളത്ത് നിന്നാണ് വാങ്ങിയത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ സാധനത്തിൻ്റെ. അപ്പോൾ നമ്മുടെ സ്റ്റൗവ് ഇതാണ്. അതിൻ്റെ സ്റ്റൗവിൻ്റെ ലുക്ക് റെഡും ഈ കളറിലാണ് വരുന്നത്. പിന്നെ ഈ തൊപ്പി ഭയങ്കര ചൂട്. കുറച്ച് നേരത്തേക്ക് തൊപ്പി നമുക്ക് അഴിച്ചു വെച്ചേക്കാം, അല്ലേ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. തല വേർക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ 4 കാല് വരുന്നത് നമുക്കിത് ഇങ്ങനെ ആക്കാം. ഇത് കറക്റ്റ് പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഒരു ടിക്ക് സൗണ്ട് കേൾക്കും. അവിടെ എത്തുമ്പോൾ ഇത് നിർത്തുക. ഇത് കറക്റ്റ് പൊസിഷനിൽ ഇങ്ങനെ നിർത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റൗവിൽ ദാനം വെക്കാനുള്ളത്. അതുപോലെ ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് കണക്ട് ചെയ്യുന്ന ഭാഗം വരുന്നത്. അതുപോലെ ഇതിന് 4 കാലുണ്ട്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഉറപ്പിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ 4 കാലിൽ നമുക്കിങ്ങനെ സ്റ്റാൻഡ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഗ്യാസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ളത്. ഇവിടെ പ്ലസ് മൈനസ് ഇതുണ്ട്. ഇത് നമുക്കിങ്ങനെ കൂട്ടാം,
അതുപോലെ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സ്റ്റൗവിൻ്റെ ഇത് വരുന്നത്. ഇതുപോലെയാണ് ഇതാണ് സ്റ്റൗവ് നമുക്ക് ഓപ്പൺ ആക്കുന്ന സാധനം വരുന്നത്. ഇതിലിങ്ങനെ അടിക്കുമ്പോൾ സ്റ്റൗ കത്തുന്നത്. ഓട്ടോമാറ്റിക് സ്റ്റൗ ആണ്, പ്രത്യേകിച്ച് എക്സ്ട്രാ സാധനത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം എത്ര ഗ്രാം വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കും. നമ്മളിത് ഫുള്ള് കാലം നോക്കിയിട്ടില്ല. 125 രൂപയാണ് ഇതിന് വരുന്നത്. അരമണിക്കൂർ വരെയൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്, നമുക്ക് അറിയത്തില്ല അതിൻ്റെ കാര്യം എന്നുള്ളത്. 225 ഗ്രാം ഗ്യാസാണ് ഇതിനകത്ത് വരുന്നത്, ബ്യൂട്ടൈൻ ഗ്യാസാണ് വരുന്നത്. ഇത് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഈ റെഡ് ക്യാപ്പ് റിമൂവ് ചെയ്ത ശേഷം, ഒരു മിനിറ്റ് ബാഗ് താഴെ വെക്കട്ടെ. ഇത് ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് അപ്പോൾ ഇത് ആദ്യം ഈ അടിഭാഗത്തോട്ട് ഈ ക്ലിപ്പിലേക്ക് ഇത് കയറ്റിയിടുക. എന്നിട്ട് കറക്റ്റ് ഈ മുകളിലത്തെ ഈ ക്ലിപ്പ് വരുന്നത്, അതായത് ഈ കട്ടിങ്ങിന് വരുന്ന ഭാഗത്തേക്ക് ഇത് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റൗ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ ഗ്യാസ് സ്റ്റൗ സെറ്റാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിനകത്ത് എന്തെങ്കിലും കുക്ക് ചെയ്ത് നോക്കണമല്ലോ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു സൂപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കി ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഐറ്റംസാണ് നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ ഉണ്ടാക്കുക. സാധാരണ ന്യൂഡിൽസ് അല്ലെങ്കിൽ ഈ ഐറ്റംസും സൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഐറ്റംസൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനത്തെ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ബാക്കി സാധനങ്ങൾ ടെൻറ്റിനുള്ളിൽ ഇരിപ്പുണ്ട്. അതെടുത്തിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ അതേ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയും നമ്മൾ വീട്ടിൽ നിന്നൊരു പാത്രമൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇതിനകത്ത് ഏകദേശം ഒരു 600 ml വെള്ളം ഒഴിക്കണം. വെള്ളം എടുത്തിട്ടുണ്ട്, ഇവിടെ വെള്ളം കിട്ടാനില്ലല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ചു. ഇതുണ്ട്, നല്ല സീറ്റിംഗ് ആണ് ഈ സ്റ്റൗവ്. യാതൊരുവിധ ഇളക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്ക് എന്തായാലും വെള്ളം ഒഴിച്ച് ഇനി ചൂടാക്കാം. ഇവിടെ മൊത്തം നല്ല ചീവീടിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്, കാരണം കാടാണല്ലോ. അപ്പോൾ അതേ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ തീ കത്തിക്കൽ കർമ്മത്തിലേക്ക് കിടക്കാം. അതാണല്ലോ മെയിൻ, അടുപ്പ് കത്തിക്കൽ. ആദ്യം നമുക്കിതിൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഭാഗം ഇത് കണ്ടോ, ഇവിടെയാണ് അതിൻ്റെ ഓണാക്കുന്ന ഭാഗം വരുന്നത്. നമുക്കിത് ഇങ്ങോട്ട് തിരിച്ച് ഓണാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇത് ഞെക്കിയാൽ മതി ഓണാക്കിയിട്ട്. നമുക്കിതിൻ്റെ തീ അങ്ങോട്ടും ഇങ്ങോട്ടും വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റൗ വെച്ചു. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച പാടെ നമ്മൾ ഇവിടെ പിടിച്ച് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ട്, തീ കത്തിയിട്ടുണ്ട്. നോക്കി, ഇപ്പോൾ തീ കത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തീയാണ്. നമുക്കിത് വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം ഇത് മതി. അപ്പോൾ നമ്മുടെ വെച്ചു. ഇനി നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റോളം വേണം. അതിനിടയ്ക്ക് ഇവിടെ കോട കയറിയിട്ടുണ്ട്. നമ്മുടെ ടെൻറ്റിനെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം മലയ്ക്ക് മൊത്തം കോട കയറി. ഇതാണ് ഈ പൈതൽമലയുടെ മറ്റൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ വരുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വെള്ളം എത്ര പെട്ടെന്നാണ് നോക്കിയത് ചൂടാവുന്നത്. നല്ല അടിപൊളി ഫ്ലെയിം ആയതുകൊണ്ട് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഒരു ചെറുതായിട്ട് തിള വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സൂപ്പിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഇടാം. തീ കത്തുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല നീല കളറിലാണ്. ഞാൻ കുറച്ചും കൂടി അടുത്തോട്ട് കൊണ്ടുപോയി കാണിക്കാത്. ഉണ്ടോ നീല കളറിൽ. തിള ഏകദേശം നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കറ്റ് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇടാം. നമ്മുടെ സൂപ്പിൻ്റെ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചു. നമ്മൾ ഈ വെള്ളത്തിന് തിള തുടങ്ങിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, എന്താണെന്നറിയത്തില്ല. നമുക്കിത് വരുമ്പോൾ അറിയാം ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് മഷ്റൂം സൂപ്പാണ്. 100% റിയൽ വെജിറ്റബിൾസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവർ പറഞ്ഞ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. സാധനം സ്റ്റൗവൊക്കെ അടിപൊളിയാണ്. കാരണം വെച്ചാൽ എത്ര പെട്ടെന്നാണ് ചൂടായെന്ന് ഉള്ളത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും, ചായ ഉണ്ടാക്കാൻ വേണ്ടി അരമണിക്കൂറോളം കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം സാധനം ഹൈ സ്പീഡിൽ കുക്കായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കാറ്റൊക്കെ അടിക്കുന്ന ഭാഗത്താണെങ്കിൽ ചിലപ്പം സ്റ്റൗവിൻ്റെ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാൻ. നമുക്ക് തന്നെ ഈ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ ഇപ്പുറത്തേക്കാണ് ചൂട് വരുന്നത് കൂടുതലായിട്ട്. അപ്പോൾ അതങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കണം. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ കുക്ക് ചെയ്യണം. അപ്പോൾ അങ്ങോട്ട് ദൂരത്തോട്ട് നോക്കി, നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന മലയൊന്നും ഇപ്പോൾ കാണാനില്ല. താഴഭാഗത്ത് ഇതേ മഞ്ഞ് കയറി വരുന്നു. അടിപൊളിയായിട്ട് മഞ്ഞ് കയറി വരുന്നുണ്ട്. നമ്മുടെ സാധനം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. നല്ല തിള വന്നു. അതിൻ്റെ ആ സ്മെല്ല് മൂക്കിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. താഴോട്ട് ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ്. ആ മഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ട ഇതെല്ലാം കാണാതായിട്ടുണ്ട്. ചുറ്റിനും മഞ്ഞ് കയറി.
അപ്പോൾ ഇതേ മഞ്ഞ് പെയ്താലും മഴ പെയ്താലും നമുക്കിപ്പോൾ കുഴപ്പമില്ല, കാരണം നമ്മൾ ടെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ അത് വെച്ചിട്ടുള്ള ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് തിളച്ച് ഇനി മഞ്ഞ് പെയ്താലും മഞ്ഞായതായാലും നമ്മളിന്ന് ടെൻറ്റിൽ കൂടും, അത്രയുള്ള പരിപാടി. നമ്മൾ നിന്ന പൊസിഷനിൽ വരെ മഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇതാ മഞ്ഞ് കോട കയറി പോന്നു. ഇതിന് മഞ്ഞെന്നും പറയും കോടാന്നും പറയും. ഓ അടിപൊളി കാഴ്ച. അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഓ അവിടെ ഒരു മലയും കാര്യങ്ങളും പൈതൽമലയുടെ സൂയിസൈഡ് പോയിൻ്റൊക്കെ നമ്മൾ ആദ്യം കാണിച്ചതാണ്, അതൊന്നും കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. അതിൻ്റെ കുറച്ച് ഗിംബൽ ഷോട്ട് എടുത്തു അല്ലേ, ഈ ഒരു ഷോട്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ സൂപ്പ് റെഡിയായി, തിളച്ച് നല്ല തിള വന്നാൽ അടിപൊളി തിളയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. ഈ പറഞ്ഞ പോലെ സ്റ്റൗ ഓഫ് ചെയ്യുന്നത് നമ്മൾ ഓണാക്കിയതിൻ്റെ നേരെ പൊസിഷൻ നമുക്കൊന്ന് തിരിച്ചാൽ മതി. ഇതാ സ്റ്റൗ ഓഫ് ആയിട്ടുണ്ട്, തീ കെട്ടു, നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ നല്ല തണുത്ത മഞ്ഞിനകത്തിരുന്നുകൊണ്ട് സൂപ്പ് കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബാണ്. വേണം മൊത്തം ചീവീടിൻ്റെയൊക്കെ സൗണ്ടാണ്, കാരണം അതുപോലെ ഉള്ള കാടാണല്ലോ മുകളിലോട്ട്. തണുക്കാനും തുടങ്ങി, ഇടയ്ക്ക് ചൂടാക്കിയില്ലേ ശരിയാവില്ല. അപ്പോൾ നമ്മുടെ സൂപ്പ് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വന്ന പാത്രമാണ്, ഇപ്പോൾ സൂപ്പിന് വേണ്ടി ആയിപ്പോയി. സൂപ്പാണ് കിട്ടിയത് നമുക്ക്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടില്ല, അതുകൊണ്ട് അത് കുറച്ച് സ്പൂണിൽ നമുക്ക് കോരിയിടാം. നമ്മുടെ കൂടെ ഹിഡനായിട്ട് ഒരാളുണ്ട്, നമ്മുടെ ക്യാമറാമാൻ. അതുകൊണ്ട് 2 പാത്രത്തിൽ കേട്ടോ. സോളോ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ ആളെ കൂട്ടിയിട്ടാണെന്ന് ഇന്ന് ഞാൻ സോളോ ക്യാമ്പിങ്ങിന് ഇടുന്നില്ല. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യം പോലെ ഉഫൊന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കുക്കിങ്ങിനെ ആക്കില്ല. ഇതൊക്കെ എൻ്റെ കുക്കിംഗ് ഒന്നും ഇതിനകത്തില്ല, ഇത് ഇൻസ്റ്റൻറ്റ് സാധനമാണ്, നമ്മൾ ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് മാത്രമേ എടുക്കാനുള്ളൂ. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്തായാലും സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. കുഴപ്പമില്ല, രസമുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപ്പൊന്നും ഇടണ്ടാത്തതുകൊണ്ട് അതിന് അത്യാവശ്യം നല്ല ഇതുണ്ട്. പിന്നെ ഈ ചൂടത്തും കൂടി ആയതുകൊണ്ട് ഈ തണുപ്പത്ത് ഇത്ര നല്ല ചൂടായ സാധനം കഴിക്കുന്ന നല്ല അടിപൊളി ഇതാണ്. പിന്നെ സൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണല്ലോ. അപ്പോൾ കോടമഞ്ഞും ആസ്വദിച്ചുകൊണ്ട് സൂപ്പ് കുടിക്കാം. എന്തായാലും ഇനി സൂപ്പ് കുടിക്കുന്നതിനിടയ്ക്ക് അധികം വർത്തമാനമൊന്നും പറഞ്ഞില്ല, അതിൻ്റെ ആ രുചി അങ്ങ് പോകും. അതുകൊണ്ട് അത് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഈ ഒരു സാധനം. അപ്പോൾ നമ്മുടെ കുറേ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാകും ഇതേപോലെ റിപ്പീറ്റേഷനായിട്ട് നമ്മൾ പൈതൽമലയെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്ലൈമറ്റാണ്. നമ്മൾ വന്ന് നിൽക്കുമ്പം കോടയൊന്നും ഉണ്ടാവില്ല, പിന്നെ പെട്ടെന്ന് ഒരു സെക്കൻഡുകൾ കൊണ്ട് കോടമഞ്ഞ് ഇതേപോലെ കയറി വരും. ഇത്രയും നല്ല ക്ലൈമറ്റ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ കയറി വരുന്നത്. ഈ പ്രകൃതിയുടെ ഈ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ക്യാമ്പിംഗ് ഒക്കെ അടിക്കണേലും ഒക്കെ ഇവിടെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, വീഡിയോയുടെ ഇടയ്ക്ക് കാണിച്ചു തന്നായിരുന്നു, ആ മല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് വീണ്ടും ഓപ്പണായി വന്നിട്ടുണ്ട്, അവിടെ വീണ്ടും തെളിഞ്ഞു വരാൻ തുടങ്ങി. ഇനി ഒരു 5 മിനിറ്റുള്ളിൽ അത് വീണ്ടും ഇതേപോലെ തന്നെ മഞ്ഞ് വന്ന് കയറി മൂടും. അതാണ് നമ്മളിവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ സ്റ്റൗവും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ സ്റ്റൗ എടുക്കുന്നവരുടെ കാര്യം പറയാനുള്ളത്, പരമാവധി നമ്മുടെ ചെറിയ അതായത് ഇൻസ്റ്റൻറ്റ് കുക്കിങ്ങിനുള്ള സാധനങ്ങൾ മാത്രം എടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടെയ്നർ വേഗം തീർന്നു പോകും. ഞാൻ പറഞ്ഞില്ല, ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം. പക്ഷേ നല്ല ചൂടാട്ടോ, നല്ല ചൂടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കാവുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഏകദേശം ഒരു 4 മിനിറ്റിന് താഴെ സമയം കൊണ്ട് കുക്കായി വന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക ഈ സാധനങ്ങൾ എടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കടയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കിത് വാങ്ങിക്കൊണ്ട് വന്ന സിബിനാണ്. അവൻ എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്ത് അവൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്, കാരണം ഓൺലൈൻ ഡെലിവറികളൊന്നും ഇല്ലല്ലോ. അപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഇത് വെച്ചുള്ള കുക്കിങ്ങും ടെൻറ്റിങ് ക്യാമ്പിംഗ് ഒക്കെയുള്ള വീഡിയോകളായിട്ട് കാണാം നമുക്ക്. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ.